പോയ വർഷം അതായത് 2024 മലയാള സിനിമാ ലോകത്തിന് നല്ല കാലമായിരുന്നു. പുറത്തിറങ്ങുന്നവയൊക്കെ വമ്പൻ ഹിറ്റുകൾ. എന്നാൽ 2025 പിറന്നിട്ട് 2 മാസം പിന്നിടുമ്പോൾ പുറത്തുവരുന്ന കളക്ഷൻ റിപ്പോർട്ടുകളിൽ ഇതുവരെ ഒരു ചിത്രം പോലും 100 കോടി നേടിയിട്ടില്ല. എന്നാൽ രേഖാചിത്രം അടക്കമുള്ള മികച്ച സിനിമകൾ മലയാളത്തിൽ വന്നിട്ടുണ്ട്. കളക്ഷനിൽ 1-ാം സ്ഥാനത്തുള്ളതും രേഖാചിത്രമാണ്. ആസിഫ് അലിയുടെ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിലൊന്നായി രേഖാചിത്രം ഇതിനോടകം മാറിയിട്ടുണ്ട്. ആഗോള ബോക്സ് ഓഫീസിൽ 75 കോടി നേടിയെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. അനശ്വര രാജനാണ് ചിത്രത്തിലെ നായിക. രേഖാചിത്രം സോണി ലിവിലൂടെ മാർച്ച് 7-ന് OTT-യിൽ എത്തുന്നുമുണ്ട്. ജോഫിൻ ടി ചാക്കോയാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. 2-ാം സ്ഥാനത്തുള്ളത് മമ്മൂട്ടി ചിത്രം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണ്. ചിത്രം ആഗോളതലത്തിൽ ആകെ 20.09 കോടി നേടിയെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ. ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഗോകുൽ സുരേഷും നിർണായക കഥാപാത്രമായി എത്തിയിരുന്നു. മമ്മൂട്ടി കമ്പനി തന്നെയായിരുന്നു ചിത്രത്തിന്റെ നിർമ്മാണവും. ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് 3-ാം സ്ഥാനത്തുള്ളത്. ഓഫീസർ ഓൺ ഡ്യൂട്ടി 20 കോടിയോളം രൂപ നേടിയിട്ടുണ്ട്. 4-ാം സ്ഥാനത്ത് 17.33 കോടിയുമായി പൊന്മാൻ. ആഗോളതലത്തിൽ 16.5 കോടി രൂപ നേടി 5-ാം സ്ഥാനത്തുള്ളത് ഐഡന്റിറ്റിയാണ്. 6-ാം സ്ഥാനത്തുള്ള ബ്രൊമാൻസ് നേടിയത് 12.12 കോടി രൂപ എന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.